നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിനോദയാത്രക്കാരുടെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് തായ്ലാൻഡ്. സുഹൃത്തുക്കളുമായും കുടുംബവുമായും എല്ലാം യാത്ര പോകാൻ ആ സ്ഥലം തിരഞ്ഞെടുക്കുന്നവർ ധാരാളമാണ്. ഇന്ന് തായ്ലാൻഡിലേക്കായിട്ട് നിരവധി ടൂർ പാക്കേജുകളുണ്ട്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് കുറഞ്ഞും കൂടിയും എല്ലാം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബഡ്ജറ്റിനനുസരിച്ചിട്ട് ടൂർ പാക്കേജുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ധാരാളം ടൂർ കമ്പനികളും ഇന്നുണ്ട്. പക്ഷേ അതൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടും വേണം തിരഞ്ഞെടുക്കാൻ. കാരണം പല ചതിക്കുഴികളും ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇവിടെ തായ്ലാൻഡിലേക്ക് ട്രിപ്പ് പോയ ചില യുവാക്കൾക്ക് സംഭവിച്ചത് കേട്ടാൽ ഞെട്ടും. കുറഞ്ഞ ചിലവിൽ പട്ടായയിൽ അവധിക്കാലം ആഘോഷിക്കണമെന്ന വാഗ്ദാനത്തിൽ വീട് തായ്ലാൻഡിലെത്തിയ 3 ഇന്ത്യൻ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ട സംഭവത്തിൽ 5 ഇന്ത്യക്കാർ തന്നെ അറസ്റ്റിലായിരിക്കുകയാണ്. അതായത് 3 ഇന്ത്യൻ യുവാക്കൾക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിൽ അറസ്റ്റിലായിരിക്കുന്നതും 5 ഇന്ത്യക്കാർ തന്നെയാണ്. അവതാർ സിംഗ്, ജഗജിത് സിംഗ്, റംപാലക് കുമാർ, സുഖ്ബീർ സിംഗ്, കുൽരാജ് സിംഗ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 1 മാസം മുമ്പ് പരിചയപ്പെട്ട പാകിസ്ഥാൻ പൗരന്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങളിത് ചെയ്തതെന്നും ഇവർ സമ്മതിച്ചിട്ടുണ്ട്. രാജ്യവിടാൻ ശ്രമിക്കുന്നതിനിടയിലെ ബാങ്കോക്കിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് ഈ 5 പ്രതികളും പിടിയിലായതെന്നും ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു. കുറഞ്ഞ ചിലവിലുള്ള യാത്രാ പാക്കേജിന്റെ പേരിൽ തായ്ലാൻഡിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് ഇരകളെ ഇവർ തടവിലാക്കുകയും പിന്നീട് മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കി. ഓൺലൈൻ വഴി പരിചയപ്പെട്ട പാകിസ്ഥാൻ പൗരനാണ് ഇന്ത്യൻ യുവാക്കളെ തട്ടിക്കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകിയതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. ദുബായിൽ പ്രവർത്തിച്ചിരുന്ന ഇയാളാണ് ഇതിന്റെ സൂത്രധാരനെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. ഇരകളിൽ നിന്ന് ക്രിപ്റ്റോ കറൻസിയിലൂടെ പണം തട്ടിയെടുക്കാനായിരുന്നു ലക്ഷ്യം. ഇന്ത്യക്കാരും പാകിസ്ഥാനികളും അടങ്ങുന്ന സംഘമാണ് സഞ്ചാരികളെ ബന്ദികളാക്കി ക്രൂരമായി മർദ്ദിച്ച് പണം ആവശ്യപ്പെട്ടത്. തായ്ലാൻഡ് പോലീസ് നടത്തിയ സംയോജിതമായ റെയ്ഡിലാണ് ബന്ദികളാക്കപ്പെട്ട യുവാക്കളെ രക്ഷപ്പെടുത്തിയത്. സംഭവത്തിൽ ഉൾപ്പെട്ട പാകിസ്ഥാൻ സ്വദേശികളായ പ്രതികൾ ഉൾപ്പെടെ പോലീസ് എത്തുന്നതിന് തൊട്ടു മുമ്പ് രക്ഷപ്പെട്ടു. ജൂലൈ 21-നാണ് 23-നും 26-നും ഇടയിൽ പ്രായമുള്ള 3 ഇന്ത്യൻ യുവാക്കൾ സഞ്ചാരികളായി ബാങ്കോക്കിലെത്തിയത്. 7 ദിവസത്തെ പട്ടായ ടൂർ പാക്കേജിനായി ഇവർ 2 ലക്ഷം രൂപ നൽകിയാണ് ഇന്ത്യയിൽ നിന്ന് യാത്ര തിരിച്ചത്. എന്നാൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയ യുവാക്കളെ ഓരോരുത്തരായി ബൈക്കുകളിൽ കയറ്റി തട്ടിപ്പ് സംഘം തങ്ങളുടെ ഒളിവ് സങ്കേതത്തിലേക്ക് കടത്തുകയായിരുന്നു. തുടർന്ന് ഒരാഴ്ചയോളമാണ് ഇവരെ തടങ്കലിൽ പാർപ്പിച്ച് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയത്. യുവാക്കളെ മോചിപ്പിക്കുന്നതിനായി 2.4 ദശലക്ഷം തായ്ലാൻഡ് ബാത്ത്, അതായത് ഇന്ത്യൻ രൂപ ഏകദേശം 70 ലക്ഷം രൂപയാണ് സംഘം മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത്. യുവാക്കളുടെ ഇന്ത്യയിലുള്ള വീടുകളിലേക്ക് ഫോൺ മുഖേന ബന്ധപ്പെട്ടാണ് തട്ടിപ്പുകാർ തുക ആവശ്യപ്പെട്ടത്. ഇതോടെ മക്കൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ബന്ധുക്കൾ ഉടൻ തന്നെ സംഭവം ഇന്ത്യൻ അധികൃതരെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് തായ്ലാൻഡ് പോലീസ് ഉടനടി അന്വേഷണം ആരംഭിച്ചു. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഇന്ത്യയിലേക്ക് വിളിച്ച ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ പ്രാഥമിക അന്വേഷണം. പ്രതികൾ മറ്റൊരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത ഫോണുകളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിലും ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ പോലീസ് സംഘം ഇവരുടെ ഒളിസങ്കേതം കൃത്യമായി കണ്ടെത്തുകയായിരുന്നു. തിങ്കളാഴ്ച ഒളിസങ്കേതത്തിൽ മിന്നൽ റെയ്ഡ് നടത്തിയ പോലീസ് ബന്ദികളാക്കപ്പെട്ട 3 യുവാക്കളെയും സുരക്ഷിതമായി മോചിപ്പിച്ചു. തുടർന്ന് സമീപത്തെ ഹോട്ടലിൽ നിന്ന് തട്ടിപ്പിൽ നേരിട്ട പങ്കുള്ള അവതാർ സിംഗ്, ജഗജീത് സിംഗ്, രാംപാലക് കുമാർ, സുഖ്ബീർ സിംഗ്, കുൽരാജ് സിംഗ് എന്നീ 5 ഇന്ത്യക്കാരെ പിടികൂടുകയും ചെയ്തു. കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായി തായ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരു പാകിസ്ഥാൻ പൗരനാണ് ഈ ക്രിമിനൽ സംഘത്തിന് നിർദ്ദേശം നൽകിയതെന്ന് പിടിയിലായവർ പോലീസിന് മൊഴി നൽകി. വിനോദസഞ്ചാരികളെ ആകർഷകമായ പാക്കേജ് എന്ന പേരിൽ ആസൂത്രിതമായി തടവിലാക്കി പണം തട്ടിയെടുക്കുന്ന പുതിയ തന്ത്രമാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ടൂർ പാക്കേജ് തട്ടിപ്പുകൾ ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ ചെലവിൽ വിദേശയാത്രകൾ, സൗജന്യ താമസ സൗകര്യങ്ങൾ, ആകർഷകമായ ഓഫറുകൾ എന്നിവ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് സംഘങ്ങൾ ആളുകളെ വലയിലാക്കുന്നത്. സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ വഴിയും വ്യാജ വെബ്സൈറ്റുകൾ വഴിയും ഇത്തരം കെണികൾ ഒരുക്കപ്പെടുന്നു. വിപണി നിരക്കിനേക്കാൾ പകുതിയിലധികം കുറഞ്ഞ തുകയ്ക്ക് പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടുള്ള യാത്രകൾ വാഗ്ദാനം ചെയ്യുന്നു. പണം മുൻകൂർ വാങ്ങിയ ശേഷം വ്യാജമായി നിർമ്മിച്ച വിമാന ടിക്കറ്റുകളും ഹോട്ടൽ ബുക്കിംഗ് രേഖകളും നൽകുന്നു.
പാക്കേജ് തുക കുറച്ചു കാണിച്ച് യാത്ര തുടങ്ങിയ ശേഷം പ്രവേശന ഫീസ്, ഭക്ഷണം, യാത്ര എന്നിവയ്ക്കായി വൻ തുകകൾ ഈടാക്കുന്നു. കുറഞ്ഞ നിരക്കിലുള്ള പാക്കേജ് കാണിച്ച് വിദേശത്ത് എത്തിച്ച ശേഷം ആളുകളെ തട്ടിക്കൊണ്ടുപോയി ബന്ധുക്കളിൽ നിന്ന് മോചനദ്രവ്യം ഈടാക്കുന്ന അപകടകരമായ മാഫിയകളും പ്രവർത്തിക്കുന്നുണ്ട്. ടൂർ ഓപ്പറേറ്റർമാർക്ക് സർക്കാർ അല്ലെങ്കിൽ ജാറ്റ പോലുള്ള ഔദ്യോഗിക സംഘടനകളുടെ അംഗീകാരമുണ്ടെന്ന് ഉറപ്പാക്കുക, കമ്പനികളുടെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രം പണമിടപാടുകൾ നടത്തുക, തന്നിരിക്കുന്ന ഹോട്ടൽ ബുക്കിങ്ങുകളും വിമാന ടിക്കറ്റുകളും യാഥാർത്ഥ്യമാണോ എന്ന് ബന്ധപ്പെട്ട എയർലൈൻസിലോ ഹോട്ടലിലോ നേരിട്ട് വിളിച്ച് അന്വേഷിക്കുക. ഓൺലൈൻ വഴിയാണ് പണം നഷ്ടമായതെങ്കിൽ ഉടൻ തന്നെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ വഴിയോ 1930 എന്ന നമ്പറിലോ പരാതിപ്പെടുക. സേവനത്തിലെ പോരായ്മകൾക്കെതിരെ, തട്ടിപ്പുകൾക്കുമെതിരെ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ പോർട്ടൽ വഴിയോ ജില്ലാ ഉപഭോക്തൃ കോടതി വഴിയോ നിയമ നടപടികൾ സ്വീകരിക്കാം. പണമടച്ച രസീതുകൾ, ചാറ്റുകൾ, ഇമെയിലുകൾ, പരസ്യങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ എന്നിവ തെളിവായി സൂക്ഷിക്കുക. കുറച്ചു മാസങ്ങൾക്ക് മുമ്പും സമാനമായ രീതിയിൽ തട്ടിപ്പുകൾ നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലേഷ്യയിലേക്ക് ടൂർ പാക്കേജ് എന്ന വ്യാജേന 4,40,000 രൂപ തട്ടിയതായ ഒരു പരാതി ഉയർന്നിരുന്നു. ഇടുക്കി കട്ടപ്പന സ്വദേശികളായ 3 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ വർഷം തന്നെ ഫെബ്രുവരിയിലാണ് ഈ സംഭവം ഉണ്ടായത്. സമൂഹ മാധ്യമ പരസ്യം കണ്ട് ബന്ധപ്പെട്ട കൊല്ലങ്കോട് സ്വദേശിയും ബന്ധുക്കളുമായ 25 പേരും അടങ്ങുന്ന സംഘത്തിന്റെ പണമാണ് നഷ്ടമായത്. ടൂർ പാക്കേജിൽ വിമാന ടിക്കറ്റ്, താമസം, ഭക്ഷണം ഉൾപ്പെടെ ഒരാൾക്ക് 45,500 രൂപയാണ് ആദ്യം പറഞ്ഞുറപ്പിച്ചത്. നവംബർ 10 അഡ്വാൻസായി 70,000 രൂപയും പിന്നീട് 6 തവണകളായി ആകെ 4,45,000 രൂപയും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുകയും ചെയ്തു. അഡ്വാൻസായി കൂടുതൽ തുക ആവശ്യപ്പെട്ടതോടെ കട്ടപ്പനയിലുള്ള അവരുടെ ഓഫീസിലെത്തി ചർച്ച നടത്തി. വിമാന ടിക്കറ്റിന് കൂടുതൽ തുക അടയ്ക്കേണ്ടി വരുന്നുണ്ടെന്നും അതിനാൽ പാക്കേജിന് കൂടുതൽ തുക വേണമെന്നും ആവശ്യപ്പെട്ടത് പ്രകാരം ഒരാൾക്ക് 49,000 രൂപ വീതം നൽകാമെന്ന് സമ്മതിച്ചു. എന്നാൽ പിന്നീട് വാക്കുമാറുകയും 6,30,000 രൂപ നൽകണമെന്ന് പറഞ്ഞതോടെ സംശയം തോന്നിയ പരാതിക്കാർ പണം തരാനാകില്ലെന്നും അഡ്വാൻസായി നൽകിയ പണം തിരികെ വേണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ നിരന്തരം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരിക്കാതിരുന്നതോടെയാണ് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. ഇടുക്കി സ്വദേശികളായ ടോണി വർഗീസ്, ആരതി എസ് നായർ, അനിത കുമാരി എന്നിവർക്കെതിരെയായിരുന്നു പോലീസ് അന്ന് കേസെടുത്തത്. അതായത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ നമ്മുടെ കേരളത്തിലുമുണ്ട് എന്നുള്ളതാണ്. വിദേശത്തുള്ള യാത്രകൾ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളൊക്കെയാണ് ഇവരുടെ ടൂർ പാക്കേജിൽ കാണുന്നതെങ്കിലും അവരൊക്കെ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക. ഒരു യാത്ര പോകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ടൂർ പാക്കേജ് തിരഞ്ഞെടുക്കുമ്പോൾ അവരെ കുറിച്ചിട്ട് ആഴത്തിലൊരു പഠനം നടത്തുക. അല്ലെങ്കിൽ അവർക്കെതിരെ ഏതെങ്കിലും പരാതികൾ ഉയർന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. കൃത്യമായിട്ട് പണമിടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷിക്കുക. അവർ അയച്ചു തരുന്ന എന്തെങ്കിലും തെളിവുകൾ, ഈ പറഞ്ഞതുപോലെ വിമാന ടിക്കറ്റുകളോ അല്ലെങ്കിൽ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തതിൻ്റെ എന്തെങ്കിലും റെസിപ്റ്റുകളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ ആധികാരികത ഉറപ്പാക്കണം. അവിടെ വിളിച്ച് അന്വേഷിക്കണം. കൃത്യമായി ഇതുള്ളതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വ്യാജമായി നിർമ്മിച്ചതാണോ എന്നുള്ളതും പരിശോധിക്കുക. ഇത്തരത്തിലുള്ള നിരവധി ടൂർ പാക്കേജിൻ്റെ മറവിൽ നടക്കുന്ന തട്ടിപ്പ് കേസുകൾ നമ്മുടെ നാട്ടിൽ, കേരളത്തിലാണെങ്കിലും നമ്മുടെ രാജ്യത്താണെങ്കിലും ഉയർന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള യാത്രകൾ പുറപ്പെടുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്.